നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവര് വീണ്ടും അറസ്റ്റിൽ. SIT അറസ്റ്റ് ചെയ്തത് ദ്വാരപാലക ശില്പക്കേസിൽ. KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ ആശുപത്രിയിൽ പുരോഗമിക്കുന്നു. ശബരിമല ആടിയ നെയ്ക്രമക്കേടിൽ കേസെടുത്ത് വിജിലൻസ്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. 36 ലക്ഷത്തിന്റെ ക്രമക്കേട് നടന്നെന്ന് പ്രാഥമിക നിഗമനം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും റിമാൻഡിൽ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല കോടതി നാളെ പരിഗണിക്കും. SIR കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആശ്വാസം. രേഖകൾ സമർപ്പിക്കാൻ സമയം നീട്ടി നൽകാൻ ഇലക്ഷൻ കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം. പട്ടിക തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും കോടതി. വിശ്വാസം വീണ്ടെടുക്കാൻ ഇടതുമുന്നണി. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കാനും അഭിപ്രായങ്ങൾ തേടാനുമുള്ള ഗൃഹസന്ദർശനത്തിന് തുടക്കം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് PP ദിവ്യ പുറത്ത്. മമതാ ബാനർജിക്ക് തിരിച്ചടി. ED റെയ്ഡ് തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ പശ്ചിമബംഗാൾ സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ്. സംഭവം റെയ്ഡ് തടസ്സപ്പെടുത്തിയതിൽ CBI അന്വേഷണം വേണമെന്ന് ED. സന്തോഷ് ട്രോഫിക്കുള്ള 22-അംഗ കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രതിരോധ താരം G സഞ്ജു നായകൻ. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന് സിംബാബ്വേയിൽ തുടക്കം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവര് വീണ്ടും അറസ്റ്റിൽ. SIT അറസ്റ്റ് ചെയ്തത് ദ്വാരപാലക ശില്പക്കേസിൽ. KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഈ ദ്വാരപാലക കേസിൽ നേരത്തെ തന്നെ കേസെടുക്കുമെന്ന് SIT ഒരു സൂചന നൽകിയിരുന്നു. കോടതി കേസെടുക്കാമെന്ന് പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തന്ത്രിക്ക് കുരുക്ക് മുറുകുകയല്ലേ? ഒപ്പം തന്നെ ഈ KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അമ്പിളി, തീർച്ചയായും ഈ നിലവിലിപ്പോൾ തന്ത്രി അറസ്റ്റിലാണ്. അദ്ദേഹം ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. അത് കട്ടളപ്പാളി കേസിലാണ് തന്ത്രി രാജീവര് കണ്ഠരര് അറസ്റ്റിലായിരിക്കുന്നത്. ആദ്യത്തെ കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. ആ കേസിൽ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുകയാണ്. കൊല്ലം വിജിലൻസ് കോടതി രണ്ടാമത്തെ കേസ്, അതായത് ഈ ദ്വാരപാലക ശില്പം കടത്തിയെന്നുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു SITക്ക്. ആ അനുവാദത്തിന്റെ പുറത്താണ് SIT കോടതി ജയിലിലെത്തി അദ്ദേഹത്തിന് രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെ അദ്ദേഹം നാളെ തന്നെ SIT ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് അപേക്ഷയും വിജിലൻസ് കോടതി നൽകും. 7 ദിവസത്തെ കസ്റ്റഡി വേണമെന്നാണ് അപേക്ഷ നൽകുന്നത്. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ അദ്ദേഹം കട്ടളപ്പാളി കേസിലെ ചോദ്യം ചെയ്യലും ബന്ധപ്പെട്ട് അത് പുരോഗമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം റിമാൻഡിലാവുകയും ജയിലിലാവുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ഇനിയിപ്പോൾ ഈ ദ്വാരപാലക ശില്പം കടത്തിയെന്നതുമായി ബന്ധപ്പെട്ട കേസുമായി വരുമ്പോൾ അതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തേടേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് ഈ കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടും ഈ മറ്റ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ളൊരു ബന്ധം എത്രത്തോളമാണ് എന്നതടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ അത് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ വ്യക്തത ഇതിൽ വരുത്തണമെങ്കിൽ തന്ത്രിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നാളെ തന്നെ വിജിലൻസ് കോടതിയിൽ SIT സംഘം നൽകുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് മറ്റൊരു കേസിലെ 11ാമത്തെ പ്രതിയായ KP ശങ്കരദാസ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടില്ല. നിലവിൽ കൊല്ലം രാവിലെയോടുകൂടി അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുവെങ്കിൽ അല്പം മുമ്പാണ് റിമാൻഡ് പൂർത്തിയായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലായിരിക്കുകയാണ്. രേഖാമൂലം അദ്ദേഹം റിമാൻഡിലാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിജിലൻസിന്റെ മജിസ്ട്രേറ്റാണ്, അതായത് കൊല്ലം വിജിലൻസ് കോടതിയുടെ മജിസ്ട്രേറ്റ് നേരിട്ടെത്തി ആശുപത്രിയിൽ എത്തിയാണ്. ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരും ആശുപത്രിയിൽ SP ശശിധരനും ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇവർ എത്തിയാണ് ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തു എന്ന് രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. ഇതിന് അല്പസമയം
സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. കാരണം റിമാൻഡായി കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയിലാണ് പ്രതിയെ മാറ്റേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത് ഈ നിലവിലെ അതായത് തൊട്ട് മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാനായി വീണ്ടും അന്വേഷണ സംഘം നോട്ടീസ് നൽകുകയാണ്. അദ്ദേഹത്തെ നാളെ തന്നെ ചോദ്യം ചെയ്യാനായി വിളിക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ നമുക്കറിയാം ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്ന ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തെയും ചോദ്യം ചെയ്തിരുന്നു ഒരു തവണ. അതിനുശേഷമാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കാരണം ഈ 2008 മുതൽ 2025 വരെയുള്ള എല്ലാ സംഭവ വികാസങ്ങളും 4 ഘട്ടമായ 4 കേസുകളായാണ് തിരിച്ചാണ് 4 ഭാഗങ്ങളായി തിരിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് 2025 വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യത വരുത്തണമെങ്കിൽ അവസാനത്തെ ഉണ്ടായിരുന്ന ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിന്റെ അടക്കം വീണ്ടും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. 19-ാം തീയതി ഹൈക്കോടതിയിൽ അന്തിമമായ ഒരു റിപ്പോർട്ട്, അന്വേഷണ പുരോഗതിയുടെ ഒരു സമഗ്ര റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വ്യക്തത വരുത്താൻ വളരെ വേഗത്തിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് SIT. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കുമുറുകുകയാണ്. SIT ദ്വാരപാലക ശില്പ കേസിലും അറസ്റ്റ് ചെയ്തു. ഒപ്പം തന്നെ KP ശങ്കരദാസ് റിമാൻഡിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫ്രി ഡിസൂസ. ശബരിമലയിൽ നെയ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ 33 പേർ പ്രതിസ്ഥാനത്തുണ്ട്. നെയ് വിൽപ്പനയിലൂടെ ലഭിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ആരോപണം. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി ഉത്തരവ്. ശബരിമലയിൽ അഭിഷേക ശേഷമുള്ള നെയ്യ് വിൽപ്പന നടത്തിയപ്പോൾ വ്യാപക ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. നെയ്യ് വിൽപ്പനയിലൂടെ ലഭിച്ച ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ബോർഡിന് നൽകിയിട്ടില്ല. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ 33 പേർ പ്രതിസ്ഥാനത്തുണ്ട്. വിജിലൻസിന്റെ പ്രത്യേക സംഘം അന്വേഷണം നടത്തണം. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണമെന്ന് കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും വിജിലൻസ് അന്വേഷണം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. നെയ് വിൽപ്പനയുടെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും രസീത് നൽകാതെയും കണക്ക് നൽകാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിജിലൻസ് SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. പ്രാഥമിക പരിശോധനയിൽ 3.5 കോടി രൂപയിലേറെ ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കലയരങ്ങ് co-powered by വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം, കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ഫ്രീകോ പെയിൻ സ്പ്രേ, ഹെർബൽ പെയിൻ റിലീവർ, എ പ്രോഡക്റ്റ് ഓഫ് വൈദ്യരത്നം ഔഷധി, എ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്. തക്കിട്ട തക്കിട്ട ജം തക്കിട്ട നം തക്കിട്ട തും തകിടതികിടിം തക്കിട്ട തക്കദിം തക്കിട്ട തത്തും തത്തും. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ പുരോഗമിക്കുകയാണ്. 25 വേദികളിലും മത്സരങ്ങളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. കലോത്സവ വേദിയിൽ നിന്നും ഐശ്വര്യ RS ആണ് കലോത്സവ വിശേഷങ്ങളുമായി ചേരുന്നത്. അതെ, അമ്പിളി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ തകർക്കുകയാണ്, തിമിർക്കുകയാണ്. ഒരു ചെറുപൂരം തന്നെയാണ് ഇവിടെ തേക്കിൻകാട് മൈതാനിയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്പെഷ്യൽ അതിഥിയാണ് ചേരുന്നത്. വളരെ തിരക്കുള്ള അതിഥിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ആദ്യം പോവുകയാണ്. എങ്ങനെയുണ്ട് തൃശ്ശൂരിലെ കലോത്സവം? തീർച്ചയായിട്ടും ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടുതൽ എന്നെ നിങ്ങൾ കാണാൻ സമ്മതിച്ചിട്ടില്ല, കാരണം കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് നിങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുക. അതെ, ഈ പറഞ്ഞ ശരിയാണ്, കൂടുതലൊന്നും കാണാൻ പറ്റാത്തത്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് വിളിച്ചോണ്ട് പോയൊരു ഗസ്റ്റ് ഇദ്ദേഹമാണ്. അപ്പോൾ ഈ കലോത്സവം എന്ന് പറയുമ്പോൾ സാറിനുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ ഒരു കലോത്സവത്തിലേ പങ്കെടുത്തുള്ളൂ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. കാരണം പിന്നെ ഞാൻ SLC പഠിച്ചിട്ടില്ല, പിന്നെ മൊത്തം ICSE സിലബസ് ആയിപ്പോയി. അന്ന് ഞാൻ അമ്മൂമ്മയായിട്ട് അഭിനയിച്ച് 1ാം സ്ഥാനം മേടിച്ചു. കാരണം സ്റ്റേജിൽ കയറിയപ്പോൾ ഭയങ്കര വിറയലായി. അപ്പോൾ അവർ വിചാരിച്ചു ഒറിജിനൽ ആക്ടിങ് അത്, റിയാലിറ്റി അത് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഫസ്റ്റ് അപ്പത്തരുത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ ഉപജില്ലയിൽ പോയി കിട്ടിയില്ല. ഉപജില്ലയിൽ പോയി കിട്ടിയില്ല, കുഴപ്പമില്ല. ഇപ്പം ഞാനിങ്ങനെ പാടുന്നത് കേട്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ അമ്മൂമ്മയെ പോലെ അഭിനയിപ്പിക്കാനൊന്നും ഇവിടെ പറ്റില്ല. അപ്പോൾ പാട്ട് പാടാം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ നീ ഓടി വന്നു, എന്തു നൽകുവാൻ എന്നെ കാത്തു തിന്നു നീ,
തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നു. സാറിന്റെ ചാണ്ടിയമ്മൻ സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാടാൻ പറഞ്ഞാൽ അപ്പം തന്നെ പാടും, അതിൽ വേറെ സഭാകമ്പം ഒന്നുമില്ല. പക്ഷേ ഞാൻ ഒരിക്കലും ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇതേ പാട്ട് തന്നെയാണ് പാടിയത്. അപ്പോൾ വേറൊരു പാട്ട് പിന്നെയും പിന്നെയും പാടാൻ ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പടികടന്നെത്തുന്ന പദനിസ്വനം. വരികളൊക്കെ തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ പാടും. ട്യൂൺ എന്തായാലും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കലോത്സവത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടയം ഒരു 6ാം സ്ഥാനത്താണ്. അപ്പോൾ എന്ത് പറയുന്നു, ഇനിയുണ്ടൊരു 3 ദിവസം. കോട്ടയം നമ്പർ 1 കോട്ടയം നമ്പർ 1 ആണ്. അപ്പോൾ ഒന്നാമത് വരും സംശയമില്ല. എന്തായാലും വളരെ തിരക്കുള്ള ആളാണ്, ഞാൻ പിടിച്ചു നടത്തുന്നില്ല. ഞാനിപ്പോൾ അവിടെ നിന്ന് പിടിച്ചെടുത്തോണ്ട് വന്നതാണ്. ഏതായാലും കോട്ടയം 1ാം സ്ഥാനത്ത് എത്തട്ടെ. ഇപ്പോൾ കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള മത്സരമാണ്. ഒരേ പോയിന്റോടെ കോഴിക്കോടും കണ്ണൂരാണ് മുന്നേറുന്നത്. അപ്പോൾ അതിലാരായിരിക്കും മുന്നിൽ വരിക? കോട്ടയം. ഓക്കെ, കോഴിക്കോട് കണ്ണൂർ ചോദിച്ചാലും കോട്ടയം തന്നെയായിരിക്കും മുമ്പ് വരിക. ഏതായാലും വളരെയധികം നന്ദി, പാട്ട് പാടാൻ പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം അമൃത വാർത്തകൾക്കൊപ്പം ഇത്രയും സമയം ചേർന്നത്. അമൃത പ്രേക്ഷകർക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ കലോത്സവം നിങ്ങൾ ഇവിടെ വന്ന് ആസ്വദിക്കുവാണെങ്കിൽ ഇച്ചിരി മനോഹരമായിരിക്കും. അല്ലെങ്കിലും നമുക്ക് മാധ്യമങ്ങൾ ഒരു കലാവിരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാം. തൃശ്ശൂരിൽ വന്നപ്പോൾ ഒരു പൂരത്തിന്റെ ഒരു വൈബുണ്ടോ ഇവിടെ? പിന്നെ പൂരത്തിന്റെ വൈബുണ്ട്. ഈ ഒരു പരിപാവനമായ മണ്ണിന്റെ ചുറ്റും ഒരു ആത്മീയതയുടെ വൈബുണ്ട്. അതിവിടെ ഫീൽ ചെയ്യാൻ സാധിക്കും. കൊച്ചു കുട്ടികൾ വരെ കാണാൻ വന്നിട്ടുണ്ട്. അതാണ് പ്രായഭേദം തന്നെ ഫുൾ ഫാൻസ് ആണ്. എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ തിരക്കുള്ള ഒരാളാണ്, ഞാൻ പിടിച്ചു നടത്തിയതാണ്. ഇനി കലോത്സവത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോയിന്റ് പട്ടിക നോക്കുകയാണെങ്കിൽ കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിച്ച് പോരാട്ടമാണ്. 344 പോയിന്റുമായി കോഴിക്കോടും കണ്ണൂരും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി 3 ദിവസം കൂടിയുണ്ട്. വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും ആരായിരിക്കും മുന്നേറുക എന്നുള്ളത്. അമ്പിളി. ശരി, കലോത്സവത്തിൻ്റെ 2ാം ദിനം മത്സരങ്ങളെല്ലാം സജീവമാകുമ്പോൾ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം തുടങ്ങിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോടും കണ്ണൂരുമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും കലോത്സവം വലിയ ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഓട്ടൻതുള്ളലിൻ്റെ പ്രധാന ആകർഷണമാണ് കച്ച അഥവാ ഓട്ടൻതുള്ളൽ കൗപീനം. ലളിതവും നാടൻ സ്വഭാവവുമുള്ള വേഷവിധാനമാണിത്. വെള്ളത്തുണി നാടകൾ പാവാട പോലെ ചുറ്റി ഉടുക്കുമ്പോൾ കലാകാരൻ സാധാരണക്കാരൻ്റെ പ്രതീകമായി മാറും. അരങ്ങിൽ കയറുമ്പോൾ പ്രകടനത്തിന് ഭംഗി കൂട്ടുന്നതും കച്ചയാണ്. കച്ച, അമ്പലപ്പുഴ കോണകം, ഓട്ടൻതുള്ളൽ കൗപീനം, പലവിധമുണ്ട് പേരുകൾ. ഓട്ടൻതുള്ളൽ വേഷവിധാനത്തിലെ പ്രധാന ആകർഷണം. സാധാരണക്കാരനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത്. അന്ന് അദ്ദേഹം പാവാടയായി എടുത്തു ചുറ്റിയതാണ് ഓട്ടൻതുള്ളൽ കൗപീനം. നമ്പ്യാരാശൻ്റെ കാലഘട്ടത്തിൽ ഇതിനെ അമ്പലപ്പുഴ കോണകം എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹം ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിച്ചത്. പിന്നീട് വന്ന പരിഷ്കാരങ്ങളിലാണ് ഇത്രയും വലിയ വിപുലമായിട്ടുള്ള രീതിയിൽ വേഷത്തിന് ഭംഗിയൊക്കെ ആയിട്ട് ആദ്യം അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അതേ കൈ കിട്ടിയിരുന്നുള്ളൂ. പിന്നീടാണത് പരിഷ്കരിച്ചതും മലബാർ രാമൻ നായർ ആശാനാണ്, തുള്ളലിൻ്റെ വളർത്തച്ഛനാണ്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ മുഖത്തെടുത്ത് സമ്പ്രദായവും മെയ്യാഭരണങ്ങളും കച്ച 4 ഇച്ഛകൾ ചേർന്നതാണ് തുള്ളൽ. കച്ച, പച്ച, ഒച്ച, ഗച്ചം ഇത് ചേർണം തുള്ളൽ നന്നാവാൻ. അതാണ് ഇതിൻ്റെ വേഷവിധാനത്തിൻ്റെ പ്രത്യേകത. ഒറ്റനാക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കൊല്ലാരം, മാറുമാല, ഹസ്തഘടകം, തോൾപ്പൂട്ട്, ഇനി ഒരു കിരീടം വരും. ഇതാണ് വേഷത്തിൻ്റെ. മുഖത്ത് മനയോല, വാലിട്ട് കണ്ടെഴുതി പാടി അവതരിപ്പിച്ച് കളിക്കുക. ആക്ഷേപഹാസ്യമാണ്, മുതമുദ്രയാണ്. വെള്ളമുണ്ട് മുറിച്ചെടുത്ത് പശയിൽ മുക്കി ഉണക്കണം. വടി പോലെ നിൽക്കണം, എന്നാലേ വിചാരിച്ച പോലെ കിട്ടൂ. വെള്ളയിൽ ചുവപ്പ് ബോർഡറുള്ള നാടകളാക്കി പാവാട പോലെ ഉടുക്കുമ്പോൾ പൊന്തി അങ്ങനെ നിൽക്കണം. തട്ടിയാൽ പോലും അനങ്ങരുത്. വീതിയിൽ വെളുത്ത തുണി നീളത്തിലടിച്ചിട്ട് അത് പശ മുക്കി ഉണക്കും. നന്നായിട്ട് പശ മുക്കി. ചൗവരിയാണ് സാധാരണ
ഉപയോഗിക്കാറുള്ളത്. ചൗവരി പശയിൽ മുക്കിയിട്ട് നല്ല വെയിലത്ത് ഇട്ടുണക്കണം. ചെറിയ ഒരു ഈർന്നടിച്ചാൽ അതിൻ്റെ പശ പോകും. കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് ആ രീതിയിലാണ് നമ്മൾ കുട്ടികൾ കൈ പിടിക്കുന്നത്. നമ്മളും കൈ പിടിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കൈ ഇതിൽ താഴാറില്ല. ഇങ്ങനെ നില എന്നാണ് പറയുന്നത്. അങ്ങനെ നിൽക്കുന്നതിന് പറയുന്ന പേര്. വേദിയിൽ ഓട്ടംതുള്ളൽ അരങ്ങേറുമ്പോൾ ആഭരണവും ചായവുമെല്ലാം ഉണ്ടെങ്കിലും എടുത്തു കാണിക്കുന്നതും പ്രധാന ആകർഷണവും ഈ കച്ചയാണ്. ഓട്ടംതുള്ളൽ വേഷവിധാനത്തിൽ പലപ്പോഴായി പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ ഈ കച്ചയോട് മുട്ടി നിൽക്കാൻ ഒന്നിനും സാധിച്ചിട്ടില്ല. കലോത്സവ വേദിയിൽ നിന്നും പ്രദീപ് വാളത്തുങ്കലിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്. കലോത്സവ വേദിയിൽ ജിമ്മിക്ക് കമ്മലിന് പ്രാധാന്യമേറെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓട്ടൻതുള്ളൽ വേഷം അണിഞ്ഞു വരുന്ന പെൺകുട്ടികളുടെ മുഖത്തിന് ഭംഗി കൂട്ടുന്നതിൽ വലിയ പ്രാധാന്യം ജിമ്മിക്ക് കമ്മലിനുണ്ട്. ഓട്ടൻതുള്ളലിനായി ഒരുങ്ങുന്ന പെൺകുട്ടികളെ കൂടുതൽ സുന്ദരികളാക്കുന്നത് ഇതാ ഈ കാണുന്ന ജിമിക്കി കമ്മലാണ്. വിവിധ നിറത്തിലുള്ള കല്ലുകൾ പതിപ്പിച്ച ജിമിക്കി അണിഞ്ഞ് ചിരിച്ചുകൊണ്ട് തലയാട്ടുമ്പോൾ ഇവരെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഓട്ടൻതുള്ളലിന്റെ വേഷവിധാനത്തിൽ വന്ന ചില മാറ്റങ്ങളിൽ ഒന്നാണ് ജിമിക്കി കമ്മൽ. അതെന്തായാലും ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്ന പെൺകുട്ടികളുടെ അഴക് വർദ്ധിപ്പിച്ചു. ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം വേഷവിധാനത്തിലെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. ചിമക്കയാണെങ്കിലും അത് ഇപ്പോൾ കുട്ടികളത് ഇട്ട് കിരീടം വെച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പുതുമ എപ്പോഴും തീരുന്നുണ്ട് ഞങ്ങൾ. കലോത്സവ വേദിയിൽ നിന്ന് ക്യാമറാമാൻ പ്രദീപ് വാളത്തുങ്കലിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും റിമാൻഡിൽ. ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. അതേസമയം രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം 3 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. കോടതി അവധിയായിരുന്നുവെങ്കിലും കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനാൽ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത്. കസ്റ്റഡി കാലാവധി നീട്ടി നൽകേണ്ട എന്നായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ യുവതിയുടെ പരാതിയിൽ ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പരാതിക്കാരിക്കൊപ്പം ഇവിടെ എത്തിയിരുന്നുവെന്ന് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോട് രാഹുൽ സഹകരിക്കുന്നില്ല. ഫോൺ പരിശോധിക്കുന്നതിന് പാസ്വേഡ് നൽകാനും രാഹുൽ തയ്യാറായില്ല. റിമാൻഡിലായ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. കേസിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിഭാഗം വാദിക്കുന്നത്. കോടതിയിൽ നിന്ന് പ്രതിയെ തിരികെ ഹാജരാക്കി. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇന്ന് 2 ഫോൺ ഹാജരാക്കിയിട്ടുണ്ട്. അത് അവർ സീൽഡ് ഫോൺ കണ്ടെടുത്തു എന്ന് പറയുന്നത് 2ഉം ഹാജരാക്കി. കോടതി അത് അടുത്ത ദിവസം വർക്കിംഗ് ഡേ കോടതിയിൽ തിരുവല്ല JFMCയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് ആശുപത്രി പരിസരത്തും മജിസ്ട്രേറ്റിന്റെ വസതിയിലും വൻ പോലീസ് സന്നാഹവും ഒരുക്കിയിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത്തെ പരാതി നൽകിയ യുവതിയെ അറിയാമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് രാഹുലിന്റെ സുഹൃത്തും KSU നേതാവുമായ ഫെനി നൈനാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തെന്ന വിവരം അതിശയമായി തോന്നിയെന്നും അതിജീവിത 2025 നവംബർ വരെ തന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണെന്നും ഫെനി പോസ്റ്റിൽ പറയുന്നു. രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടുള്ളതാണ് പോസ്റ്റ്. പോസ്റ്റിനൊപ്പം യുവതി ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടുകളും പങ്കുവച്ചിട്ടുണ്ട്. യുവതി SITക്ക് നൽകിയ മൊഴിയിൽ ഫെനി നൈനാന്റെ പേരുമുണ്ടായിരുന്നു. ഫെനി രാഹുലിനെ പുകഴ്ത്തി സംസാരിച്ചെന്നും ഫെനി പറഞ്ഞിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലിന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകിയെന്നുമാണ് യുവതിയുടെ മൊഴി. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. സജ്ജമാണ്. പോലീസിന്റെ കസ്റ്റഡി നിരീക്ഷണവും 700 വളണ്ടിയർമാരുടെ സേവനവും എല്ലാ വേദികളിലും ലഭ്യമാണ്. കലോത്സവം വൻ വിജയമാക്കുവാൻ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ 2ാം ദിവസമാണ്. ഇതുവരെ മറ്റൊരു പ്രശ്നങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പുതുതായി ഒരു കൺട്രോൾ റൂം ഇന്നലത്തെ ഇമേജിങ്ങിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. സോസംഘ ഓഫീസ് എല്ലാ വേദികളുമായി 1 മണിക്കൂർ ഇടപെട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രോൾ റൂം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പരിശോധിച്ചപ്പോഴൊരു പ്രശ്നം, കൃത്യസമയത്ത് തന്നെ തുടങ്ങണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.
ഉദാഹരണം ഇന്നലെയാണെങ്കിൽ രാത്രി വളരെ വൈകി ഒരു 10,000 ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. അതൊരു ഉത്സവമാണല്ലോ. ഇന്നിപ്പോൾ ഇവിടെ ഒരു 7-8 മണിയാകുമ്പോൾ തീരും, ആളനക്കല്ലാതാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബാക്കി ബഹുമാനപ്പെട്ട ചെയർമാനാണ് മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ എന്തിനാ വെളുപ്പാങ്കാലം വരെ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ചത്. ചെറിയ പ്രശ്നങ്ങൾ അദ്ദേഹം കൂടി സംസാരിക്കും. യഥാർത്ഥത്തിൽ ഇന്നലെ വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ നടന്നു. എന്നാൽ നേരത്തെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ചില വേദികളിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച ചില മത്സരങ്ങളുടെ നേരം വൈകിയതുകൊണ്ട് ഇത്തിരി കൂടി നേരം വൈകി. എന്നാൽ ഇന്ന് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അപ്പീൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന വിഷയങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഏതാണ്ട് കൃത്യസമയത്തു തന്നെ തീരാൻ കഴിയുന്ന വിധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടാക്കി. 4 വേദികളിൽ മാത്രമാണ് ഇന്ന് നമ്മൾ വിചാരിച്ചതിൽ നിന്ന് കുറച്ച് വൈകുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒന്ന് നാടകമാണ്. നാടകം കുറച്ചുകൂടി രാത്രിയായാലേ ആളുകൾക്ക് പെർഫോമൻസ് അവതരിപ്പിക്കാൻ പറ്റൂ എന്നൊരു പ്രശ്നം കൂടി അവർക്കിടയിലുണ്ട്. അങ്ങനെ 2-3 വേദികൾ ഒഴിച്ചാൽ ഉത്തരവാദ കലോത്സവം തന്നെയായി ഏതാണ്ട് കൃത്യനേരത്ത് നമ്മുടെ പരിപാടികൾ അവതരിപ്പിക്കാനും അവസാനിപ്പിക്കാനും കഴിയുന്ന വിധത്തിലുള്ള നല്ല ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. മാധ്യമങ്ങളുടെ നല്ല പിന്തുണ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നമ്മുടെ 25 വേദികളിലും ഇന്ന് രാവിലെ തന്നെ കൃത്യതയോടുകൂടി പരിപാടികൾ ആരംഭിച്ചു എന്നുള്ളതുകൊണ്ട് ചില വേദികൾ രചനാ മത്സരങ്ങൾ അതൊക്കെ ഉൾപ്പെടെയുള്ള ചില വേദികൾ ഇതിനകം തന്നെ അവസാനിച്ചിട്ടുണ്ട്. പ്രസംഗ മത്സര വേദികൾ, രചനാ മത്സര വേദികളൊക്കെ ഇതിനകത്തു തന്നെ അവസാനിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വൈകുന്നേരത്തോടുകൂടി നഗരത്തിൽ സംഘാടക സമിതി തയ്യാറാക്കിയിട്ടുള്ള അലങ്കാരങ്ങൾക്ക് പുറമെ നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായിയും എല്ലാം ചേർന്നുകൊണ്ട് ഈ റൗണ്ടിൻ്റെ അപ്പർ ഭാഗത്തുകൂടി പൂർണ്ണമായും നഗരം ചുറ്റുന്ന വിധത്തിൽ പൂർണ്ണമായിട്ടും വൈദ്യുതാലങ്കാരങ്ങൾ വന്നതോടുകൂടി കുട്ടികൾക്കൊരു വലിയ ആവേശം യഥാർത്ഥത്തിൽ നമ്മുടെ നഗരത്തിലേക്ക് എത്തിച്ചേരാനും പോകാനും ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമാണ്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ SIR കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാൻ 2 ആഴ്ച കൂടി സുപ്രീം കോടതി സമയം അനുവദിച്ചു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകി. കരട് പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ പേര് വിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശം. കേരളത്തിൽ SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 24 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അപൂർവ ദൗത്യം. രോഗം ബാധിച്ച നാസയുടെ സഞ്ചാരിയുമായി സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. ക്രൂ 11 4 സംഘമാണ് തിരിച്ചെത്തിയത്. ബഹിരാകാശ യാത്രികന്റെ ആരോഗ്യനില ഗുരുതരമായതോടെയാണ് ദൗത്യം വെട്ടിച്ചുരുക്കിയത്. രോഗത്തെക്കുറിച്ചോ രോഗബാധിതനെക്കുറിച്ചോ ഉള്ള വിവരങ്ങളൊന്നും നാസ പുറത്തുവിട്ടിട്ടില്ല. പേടകം കാലിഫോർണിയയുടെ തീരത്തോട് ചേർന്ന കടലിലാണ് ഇറങ്ങിയത്. പ്രത്യേക ബോട്ട് ഉപയോഗിച്ച് പേടകത്തെ വീണ്ടെടുത്ത് യാത്രികരെ സുരക്ഷിതമായി പുറത്തെടുത്തു. ഫെബ്രുവരിയിൽ മടങ്ങേണ്ടിയിരുന്ന 4 സംഘം കൂട്ടത്തിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം നേരിട്ടതോടെയാണ് ദൗത്യം വെട്ടിച്ചുരുക്കി മടങ്ങുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ ആരോഗ്യ പ്രശ്നം കാരണം ദൗത്യം വെട്ടിച്ചുരുക്കുന്നതും മടക്കയാത്ര നേരത്തെയാക്കുന്നതും. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങുകയാണെന്ന അഭ്യൂഹം ശക്തം. ഇതേ തുടർന്ന് വാണിജ്യ വിമാനങ്ങൾക്ക് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ വിലക്ക് ഏർപ്പെടുത്തി. അമേരിക്കയിലേക്കുള്ള 3 വിമാന സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കി. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അമേരിക്ക ഇറാൻ നയതന്ത്ര ചർച്ചകൾ നിർത്തിവെച്ചത് സംഘർഷഭീതി വർദ്ധിപ്പിക്കുകയാണ്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ പാടില്ലെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അമേരിക്ക ആക്രമണ നീക്കം ശക്തമാക്കിയെന്ന പ്രചാരണം ഉയർന്നതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശം നൽകി. നിലവിൽ ലഭ്യമായ യാത്രാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി രാജ്യം വിടാൻ തയ്യാറാകണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. പ്രതിഷേധങ്ങൾ നടക്കുന്ന സ്ഥലത്തു നിന്നും പരമാവധി അകന്നു നിൽക്കണം. പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയവും നിർദ്ദേശിച്ചു.
അമേരിക്കൻ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയ്ക്കിടെ ഇന്ന് പുലർച്ചെ മുതൽ ഇറാൻ വ്യോമാതിർത്തി അടച്ചു. ഇക്കാര്യത്തിൽ ഇറാൻ വിശദീകരണം നൽകിയിട്ടില്ല. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങളുടേതടക്കമുള്ള സർവീസുകൾക്ക് തടസ്സം നേരിട്ടേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അന്താരാഷ്ട്ര സർവീസുകളെ ബാധിച്ചേക്കാമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോ എയർലൈൻസും അറിയിച്ചു. ചില സർവീസുകൾ റദ്ദാക്കിയെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഇറാൻ വ്യോമാതിർത്തി ഒഴിവാക്കണമെന്ന് പല രാജ്യങ്ങളും ഇന്നലെ തന്നെ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രക്ഷോഭം ശക്തമാകുന്ന ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ പരിഗണിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അടിയന്തര സാഹചര്യം വന്നാൽ നേരിടാൻ സജ്ജമാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാക്ഷിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ സംസാരിച്ചു. ഇറാനിലെ സാഹചര്യം ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തെന്നും ജയശങ്കർ അറിയിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി നടത്താനിരുന്ന ഇന്ത്യാ സന്ദർശനം മാറ്റിവെച്ചു. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഡെൻമാർക്ക്. അമേരിക്കയുടെ നിലപാട് അംഗീകരിക്കില്ലെന്ന് വൈറ്റ് ഹൌസിൽ 1 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ഡെൻമാർക്ക് വിദേശമന്ത്രി ലാറസ് റാസ്മ്യൂസൻ അറിയിച്ചു. സമവായത്തിലെത്താൻ ഒരു സംയുക്ത ടാസ്ക് ഫോഴ്സ് പരിഗണിക്കാം. കൂടുതൽ ചർച്ചകൾക്കും തയ്യാറാണ്. അമേരിക്കയ്ക്ക് ഗ്രീൻലൻഡിൽ കൂടുതൽ സൈനിക കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിലും തുറന്ന സമീപനമെന്നും ഡെൻമാർക്ക് അറിയിച്ചു. ഗ്രീൻലൻഡ് നിലവിൽ സുരക്ഷിതമല്ലെന്നും 2 വണ്ടികൾ മാത്രമല്ലേ ഉള്ളൂ എന്നും ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഗ്രീൻലൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക്കിനെ പരിഹസിക്കുന്ന പ്രസ്താവനയുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. അമേരിക്കയ്ക്കും ഡെൻമാർക്കിനുമിടയിൽ ഒരു പക്ഷം പിടിക്കേണ്ടി വന്നാൽ ഡെൻമാർക്കിനൊപ്പം നിൽക്കുമെന്ന് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ IPC ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധന തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ പശ്ചിമബംഗാൾ സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജനുവരി 8 നടന്ന റെയ്ഡിനിടെ മമതാ ബാനർജിയും സംസ്ഥാന പോലീസും ചേർന്ന് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെന്ന EDയുടെ ഹർജി പരിഗണിച്ചാണ് കോടതി നടപടി. വിഷയം അങ്ങേയറ്റം ഗൗരവകരമെന്ന് കോടതി പറഞ്ഞു. കൂടാതെ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ യാതൊരു മാറ്റവും വരുത്താതെ സംരക്ഷിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കർശനമായി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി തന്നെ റെയ്ഡ് തടസ്സപ്പെടുത്തിയതിൽ CBI അന്വേഷണം വേണമെന്ന് ED ആവശ്യപ്പെട്ടു. ED ഉദ്യോഗസ്ഥന്റെ മൊബൈൽ ഫോൺ വരെ മുഖ്യമന്ത്രി തട്ടിയെടുത്തതായി സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആരോപിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ രേഖകൾ പിടിച്ചെടുക്കാനാണ് ED ശ്രമിച്ചതെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി. ബീഹാറിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി. സംസ്ഥാനത്താകെ ഉണ്ടായിരുന്ന 6 MLA-മാരും കോൺഗ്രസ് വിട്ട് JDUവിന്റെ ഭാഗമാകുമെന്നാണ് അഭ്യൂഹം. 6 പേരും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട്. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 243 സീറ്റിൽ 202 NDA നേടിയിരുന്നു. BJP 89, JDU 85 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. മഹാസഖ്യമാകട്ടെ 35 സീറ്റുകളിൽ ഒതുങ്ങി. ഇതിൽ RJD 25 സീറ്റുകൾ നേടി. 61 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 6 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. 6 MLA-മാർ NDA പക്ഷത്തേക്കെത്തിയാൽ ബീഹാർ നിയമസഭയിൽ കോൺഗ്രസ് പ്രാതിനിധ്യം 0 MLA-മാരെ NDA പാളയത്തിലെത്തിച്ച് സഖ്യത്തിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് JDU നീക്കമെന്നാണ് സൂചന. സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തനങ്ങളിൽ MLA-മാർ അസ്വസ്ഥരാണെന്നും അവർ തങ്ങളുമായി ചർച്ച നടത്തിയെന്നും ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും JDU നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ MLA-മാർ 6 പേരും പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തില്ല എന്നാണ് വിവരം. കോൺഗ്രസിന്റെ പല ഔദ്യോഗിക പരിപാടികളും MLA-മാർ ബഹിഷ്കരിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സമരപരിപാടികൾ കോൺഗ്രസ് സംഘടിപ്പിച്ചപ്പോൾ അതിൽ നിന്നും ഇവർ വിട്ടുനിന്നു. MLA-മാരുടെ കൂടുമാറ്റമെന്ന വിവരം പുറത്തു വന്നതോടെ AICC ഇടപെട്ടുവെന്നും എന്നാൽ ഇവർ ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നുമാണ് സൂചന. അതേസമയം കോൺഗ്രസിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാദം. BJP കിംവദന്തി പരത്തുന്നു എന്നാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് രാംകുമാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് വൈകും. ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ജനുവരി 20 മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കേസ് കേൾക്കാൻ തീരുമാനിച്ചതിനാലാണ് സുപ്രീം കോടതി ഇടപെടാതിരുന്നത്. നടനും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയുടെ വിടവാങ്ങൽ ചിത്രം ജനനായകന്റെ റിലീസിന് വീണ്ടും കുരുക്കുമുറുകുകയാണ്. ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞ മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരായ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല. മദ്രാസ് ഹൈക്കോടതി ജനുവരി 20 കേസ് പരിഗണിക്കാനിരിക്കെ ഹർജിയിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ നിർമ്മാതാക്കൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു.
നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിനായി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോക്തിയാണ് അടിയന്തര സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ ആവശ്യപ്പെട്ട് അപ്പീൽ സമർപ്പിച്ചത്. സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രചരണം ലഭിച്ചിട്ടുണ്ട് എന്നും റിലീസ് നീണ്ടുപോകുന്ന അവസ്ഥയിൽ പ്രേക്ഷകർ അനിശ്ചിതമായി കാത്തിരിക്കില്ല എന്നും നിർമ്മാതാക്കളുടെ അഭിഭാഷകൻ വാദിച്ചു. മാസങ്ങൾ നീണ്ട കാലതാമസത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെടുമെന്നും ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞു. ജനുവരി 9 നിശ്ചയിച്ചിരുന്ന ചിത്രത്തിന്റെ റിലീസ് സെൻസർ ബോർഡിന്റെ നടപടികൾ നീണ്ടുപോയതിനാലാണ് അനിശ്ചിതത്വത്തിലായത്. കേസ് ആദ്യം പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ജഡ്ജി PT ആശ ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. റിലീസ് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് പിന്നീട് ഡിവിഷൻ ബെഞ്ച് താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയായിരുന്നു. പൂർണ്ണമായ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമെന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് ആരാധകർ ജനനായകനായി കാത്തിരിക്കുന്നത്. കോടതി വിധിയിൽ തിരിച്ചടി നേരിട്ടതോടെ ചിത്രം എപ്പോൾ തിയേറ്ററുകളിൽ എത്തുമെന്ന ആശങ്കയിലാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുനാവായ കുംഭമേളയ്ക്ക് ജില്ലാ കളക്ടർ അനുമതി നൽകി. നേരത്തെ കുംഭമേളയോടനുബന്ധിച്ച് ഭാരതപ്പുഴയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികൃതർ നിർത്തിവെപ്പിച്ചിരുന്നു. വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ അനുമതി നൽകിയത്. 271 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുനാവായയിൽ കുംഭമേള പുനരാരംഭിക്കുന്നത്. പുരാതന കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമായിരുന്നു പിന്നീട് മാമാങ്കമായി മാറിയ മാഘമഘ ഉത്സവം. 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന കുംഭമേളയ്ക്ക് സമാനമായിരുന്ന ഉത്സവം ഭാരതത്തിന്റെ ആത്മീയ സാംസ്കാരിക മേളയായിരുന്നു. 1755 നിലച്ചുപോയ മഹാമാഘ മഹോത്സവത്തിന്റെ പുനരുജ്ജീവനം പൈതൃകത്തിന്റെ വീണ്ടെടുപ്പ് കൂടിയാണ്. ഭാരതപ്പുഴയ്ക്കൊപ്പം നിറഞ്ഞൊഴുകിയ സാംസ്കാരിക പൈതൃകമായിരുന്നു തിരുനാവായയുടേത്. പൗരാണിക കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക വാണിജ്യോത്സവമായിരുന്ന മാഘമഘ ഉത്സവം നടന്നിരുന്നത് ഈ മണ്ണിലാണ്. ചേരമാൻ പെരുമാൾമാരുടെ കാലഘട്ടത്തോളം പഴക്കം ഈ ഉത്സവത്തിന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഉത്സവത്തിന്റെ നേതൃത്വം വള്ളുവക്കോനാതിരിക്ക് ലഭിച്ചു. എന്നാൽ വള്ളുവക്കോനാതിരിയെ സാമൂതിരി പരാജയപ്പെടുത്തിയതോടെ അധികാര മത്സരമായി മാറിയ ഈ ഉത്സവത്തിന്റെ അധികാരം സാമൂതിരിയുടെ കൈകളിലെത്തി. 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന മഹാമാഘ ഉത്സവത്തിനായി ഭാരതത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് സന്യാസി സമൂഹം തിരുനാവായയിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് എത്തിയിരുന്നു. വ്യാഴം ചിങ്ങരാശിയിൽ നിൽക്കുന്ന വേളയിലാണ് മാമാങ്കം നടന്നിരുന്നത്. ഈ സമയത്ത് ഗംഗാദേവി ഭാരതപ്പുഴയിൽ എത്തുമെന്നാണ് വിശ്വാസം. അതിനാൽ ഇവിടെ നടന്നിരുന്ന കുംഭസ്നാനത്തിനായി വിശ്വാസികൾ ഒഴുകിയെത്തിയിരുന്നു. കുംഭമേള സമയത്ത് ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. മാമാങ്കത്തിന്റെ ആത്മീയ വശത്തിനപ്പുറം അതൊരു വാണിജ്യോത്സവം കൂടിയായിരുന്നു. ഭാരതത്തിൽ നിന്നു മാത്രമല്ല വിദേശത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയൊരു വിപണനമേള കൂടിയായിരുന്നു മാമാങ്ക സമയം. വിദൂര ദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും ശേഖരിക്കുന്നതിനുമായി തിരുനാവായയിൽ എത്തിയിരുന്നു. പുരാതന തുറമുഖമായ പൊന്നാനി വഴി അറബികൾ ഉൾപ്പെടെയുള്ളവർ മാമാങ്കത്തിന് തിരുനാവായയിലെത്തി. 1755 അവസാനമായി കുംഭമേള നടന്നത്. നൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും കുംഭമേള അരങ്ങേറുമ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക പുനരുജ്ജീവനത്തിനാണ് തിരുനാവായ സാക്ഷ്യം വഹിക്കുന്നത്. TK അരവിന്ദൻ, അമൃത ന്യൂസ്, മലപ്പുറം. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ്. അതിലേക്ക് తెలవకుండా